സോ മക്കളെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് റസ്റ്റിംഗ് ഓഫ് അയൺ. കോട്ടിംഗ് ഓഫ് അയൺ സർഫേസ് ബൈ ടിൻ പ്രിവെൻറ്റ്സ് റസ്റ്റിംഗ് ഈവൻ ഇഫ് ദ ടിൻ കോട്ടിംഗ് ഈസ് പീൽഡ് ഓഫ്. അപ്പോൾ നമുക്കറിയാം ടിൻ കോട്ടിംഗ് പീൽഡ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടിന്ന് ഒരു അയണിൻ്റെ മേലെ പൂച്ചിട്ട് ആ കോട്ടിംഗ് പീൽ ഓഫ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? അയൺ ഈസ് ആക്ച്വലി എക്സ്പോസ് ടു എയർ ആയി മാറി. അപ്പോൾ അയൺ ഇൻ കോണ്ടാക്ട് വിത്ത് എയർ വന്നാൽ Fe ഇൻ കോണ്ടാക്ട് വിത്ത് എയർ വരുവാണ് ചെയ്യുന്നത്. ഇൻ കോണ്ടാക്ട് വിത്ത് എയർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്തായാലും കൊറോഷൻ നടക്കും. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ നമ്മുടെ നോട്ട് കറക്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആകാം. നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ നോക്കാം. Which when pH lies above 9 or 10, the rusting of iron does not take place. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ ഇക്വേഷൻ 2Fe പ്ലസ് O2 പ്ലസ് 4H പ്ലസ് ഗീവ്സ് 2Fe2 പ്ലസ് പ്ലസ് 2H2O. ഇതാണ് നെറ്റ് റിയാക്ഷൻ. അതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് അസിഡിക് കണ്ടീഷനിലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? കൊറോഷൻ നടക്കുന്നത്. നമ്മൾ 9 to 10 എന്നൊക്കെ പറയുമ്പോൾ pH ബേസിക് കണ്ടീഷൻ, നല്ല ബേസിക് കണ്ടീഷനിലേക്ക് കൊണ്ടുപോയി ആ ഒരു സമയത്ത് കൊറോഷൻ നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഡിസോൾവ്ഡ് ആസിഡ് ഓക്സൈഡ്സ് SO2 or NO2 ഇൻ വാട്ടർ ആക്ട് ആസ് കാറ്റലിസ്റ്റ് ഫോർ ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ്. അതും ശരിയാണ്. കാരണം നമ്മൾ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു അസിഡിക് മീഡിയത്തിലാണ് ആക്ച്വലി കൊറോഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസോൾവ്ഡ് ആസിഡ് ഓക്സൈഡ്സ് SO2 NO2 ഒക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് ആസിഡിക് സ്വഭാവം കാണിക്കും. ആസിഡിക് സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റസ്റ്റിങ്ങിലേക്ക് എൻഹാൻസ് ചെയ്യും. ഇനി റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ആസ് എ സെറ്റപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽ ഓൺ ദ സർഫേസ് ഓഫ് അയൺ ഒബ്ജക്റ്റ്. ശരിക്കും ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് തന്നെയല്ലയുടെ മക്കളെ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ഇവിടുത്തെ ആൻസർ നമുക്ക് എന്ത് വരും? 1 വരും. ഓക്കെ.